അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണെന്ന് ആദ്യം നന്നായിട്ട് ചെക്ക് ചെയ്യണം. ന്യൂമറേറ്റർ ഇപ്പൊ 3/4 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ 3യും ഡിനോമിനേറ്റർ 4ഉം ആണ് അല്ലെ. അപ്പൊ മുകളിലുള്ള നമ്പറിന് നമ്മൾ ന്യൂമറേറ്ററും താഴെയുള്ള നമ്പറിന് ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഡിനോമിനേറ്റേഴ്സ് സെയിം ആവണം എന്നുള്ളതാണ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഇപ്പൊ 1/5 പ്ലസ് 2/5 ചെയ്യുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് രണ്ടുപേർക്കും 5 അല്ലേ. അപ്പൊ ഈസിയാണ് ആഡ് ചെയ്യാൻ. ഡിനോമിനേറ്റർ 5 ആയിട്ടിരുന്നോട്ടെ. 1 + 2 3 എന്ന് വരും ന്യൂമറേറ്റർ. അപ്പൊ 1/5 പ്ലസ് 2/5 3/5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിള് എടുത്തു നോക്കാം. 1/4 പ്ലസ് 3/2 ആണെന്ന് വിചാരിച്ചോ. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. അപ്പൊ ആദ്യം നമ്മുടെ ജോലി ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക എന്നുള്ളതാണ്. 2വിനെ 4 ആക്കാൻ എളുപ്പമാണ് അല്ലെ. അന്ന് അങ്ങനെ ചെയ്യാം. 2വിനെ 4 ആക്കാൻ ഇൻറ്റു 2 അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഡിനോമിനേറ്ററിൽ ഞാൻ ഇൻറ്റു 2 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ന്യൂമറേറ്ററിലും ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്യാം. വേറൊരു രീതിയിൽ എഴുതാം. ഇത് 1/4 ആണ്. ഇവിടെ 3 × 2 6 ഉണ്ട്. 6/2 × 2 4 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായി കേട്ടോ. 3/2 എന്ന് പറയുന്നത് 6/4 എന്നാക്കി. ഇപ്പൊ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സിനെ ആഡ് ചെയ്യാം. 1 + 6 ആണ് ന്യൂമറേറ്ററിലുള്ളത് ബൈ ഡിനോമിനേറ്ററിലുള്ളത് രണ്ടുപേർക്കും 4 ആണ്. 1 + 6 എന്ന് പറഞ്ഞാൽ 7. സോ 7/4. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സ്ഡ് നമ്പർ ആക്കാം അല്ലെ. കാരണം ഇത് ഇംപ്രോപ്പർ അല്ലേ. അപ്പൊ 7നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 ടൈംസ് ഇവിടെ റിമൈൻഡർ 3 വരും. ഇനി നമ്മൾ ആൻസർ എഴുതുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 ആൻഡ് ഇങ്ങനെ ക്ലോക്ക് മൂവ് ചെയ്യുന്ന പോലെ പോണം. 3 പിന്നെ ഇവിടുന്ന് /4. കണ്ടോ. അപ്പൊ ആൻസർ 1 and 3/4 ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 2/3 + 1/6. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഒരാളുടേത് 3യും വേറൊരാളുടേത് 6ഉം ആണ്. അപ്പൊ 3നെ 6 ആക്കാൻ എളുപ്പമാണ്. ഇൻറ്റു 2 കൊടുത്താൽ മതി അല്ലേ. അപ്പൊ ഇവിടെ ഇൻറ്റു 2 ഡിനോമിനേറ്ററിൽ ഇൻറ്റു 2 കൊടുക്കുമ്പോൾ ന്യൂമറേറ്ററിലും ഇൻറ്റു 2 കൊടുക്കണം. അപ്പൊ ഇത് എത്രയായി? 2 × 2 4 and 3 × 2 6. അപ്പൊ 4/6 + 1/6. ഇപ്പൊ ന്യൂമറേറ്റേഴ്സ് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ, കാരണം ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുണ്ട്. അപ്പോ ഡിനോമിനേറ്ററിൽ ഇപ്പൊ 6 കിട്ടിയിട്ടുണ്ട്. ന്യൂമറേറ്ററിൽ 4 + 1 5 എന്ന് വരും. ഇപ്പൊ 5/6 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അവസാനം ഈ ഒരു എക്സാമ്പിളിന്റെ കൂട്ടത്തില് ഇത് ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചു നോക്കണം. ന്യൂമറേറ്റർ 3യും 1 നോക്കിയിട്ട് അത് ഓക്കെ. പക്ഷെ ഡിനോമിനേറ്റർ എൻറ്റയർലി ഡിഫറെന്റ്. ഒരാൾ 4ഉം ഒരാൾ 5ഉം ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് 4നെ പെട്ടെന്ന് 5 ആക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 4 കൊണ്ട് ഈ നമ്പറിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്നിച്ച് ചെയ്യണം. മറക്കരുത്. ഡിനോമിനേറ്ററിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ന്യൂമറേറ്ററിനും കൊടുക്കണം. ഇവിടെ 4നെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ന്യൂമറേറ്ററിലുള്ള നമ്പറിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇവിടെ 3 × 4 12 വന്നു. ഡിനോമിനേറ്ററിൽ 5 × 4 20 വന്നു. പ്ലസ് ഇവിടെ 1 × 5 5 വന്നു. ഇവിടെ 4 × 5 20 വന്നു. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഡിനോമിനേറ്റേഴ്സ് രണ്ടുപേർക്കും ഒരുപോലെ ആയല്ലോ. 20 ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ. ഇനി നമുക്ക് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 12 + 5 17. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഈച്ച് പെയർ ഓഫ് പിക്ചേഴ്സ് ബിലോ ഫൈൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വി ഗെറ്റ് ബൈ കട്ടിംഗ് അപ്പ് the colored pieces of both circles and putting them together. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ഫ്രാക്ഷൻസിനെയും ആഡ് ചെയ്യണം. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ഇത് 1 part is colored out of 3 parts അല്ലേ. സോ ഇറ്റ് ഈസ് 1/3 ആണ്. 1/3 പ്ലസ് ഇവിടെ 1 2 3 4 5 പാർട്സ് കളർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഉള്ളത് നമുക്ക് എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 6 + 6 12 എന്നുണ്ടാവും. മൊത്തം ഇവിടെ 12 ആണ് പാർട്സ്. അപ്പൊ ഈ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 5/12 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇവിടെ 3നെ 12 ആക്കാൻ ഈസിയാണ് അല്ലെ. 3 × 4 ചെയ്താൽ 12 കിട്ടും. അപ്പൊ 1 ന്യൂമറേറ്ററിലുള്ള 1നെയും നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 4 4 എന്ന് വന്നു. ഇവിടെയോ 12 എന്ന് വന്നു. പ്ലസ് 5/12. ഇപ്പൊ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് 12 കിട്ടിയത് കൊണ്ട് ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് ആഡ് ചെയ്യാം. 4 + 5 9. 9/12. 9/12 എന്ന് പറയുന്നത് ശരിക്കും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 3 വരും.
12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. അപ്പൊ ആൻസർ 3/4 ആണ്. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ 6 പാർട്സ് ഉണ്ട്, അതിൽ ഒന്നാണ് കളർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 1 ഔട്ട് ഓഫ് 6 പ്ലസ് സെക്കൻഡ് ഫിഗറിൽ 3 ആണ് കളർ ചെയ്തിരിക്കുന്നത്, 3 ഔട്ട് ഓഫ് 4. ഇവിടെ 6ഉം 4ഉം ആണ് ഡിനോമിനേറ്റേഴ്സ് അല്ലേ. അപ്പൊ 6നെയും 4നെയും പെട്ടെന്ന് ഇപ്പൊ 4നെ എനിക്ക് 6 ആക്കാൻ പറ്റത്തില്ല, 6നെ 4 ആക്കാനും അത്രയ്ക്ക് എളുപ്പമല്ല. അപ്പൊ ഇങ്ങനത്തെ കേസിൽ 6ന്റെയും 4ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക. 6ന്റെയും 4ന്റെയും ടേബിളിൽ ഒന്നിച്ച് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. നമ്മൾ അതിന് മാത്സിൽ LCM എന്നാണ് പറയാ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇപ്പൊ 6ന്റെ ടേബിൾ നോക്കുവാണെങ്കിൽ 6 ഉണ്ട്, 6 ടൈംസ് 1 6 ടൈംസ് 2 12, 6 ടൈംസ് 3 18 അങ്ങനെ പോവാണ് അല്ലേ. 4ന്റെ ടേബിൾ നോക്കുമ്പോൾ 4 ടൈംസ് 1 4 and 4 times 2 8, 4 times 3 12. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും കോമൺ ആയിട്ട് വന്ന മൾട്ടിപ്പിള് 12 ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് 6നെ 12 ആക്കാം, 4നെയും 12 ആക്കാം. അപ്പൊ 6നെ 12 ആക്കണമെങ്കിൽ ഞാൻ ഇൻറ്റു 2 കൊടുക്കണ്ടേ, അതേ നമ്പർ ഞാൻ ന്യൂമറേറ്ററിലും കൊടുക്കണം. 4നെ 12 ആക്കണമെങ്കിൽ ഞാൻ ഇൻറ്റു 3 ആ കൊടുക്കേണ്ടത്, അതേ നമ്പർ ന്യൂമറേറ്ററിലും കൊടുക്കണം. ഇപ്പൊ എന്താ സംഭവിച്ചത്, ഇവിടെ ഫസ്റ്റ് നമ്പർ 1 into 2 2, ഡിനോമിനേറ്ററിൽ 6 into 2 12 എന്ന് വന്നിട്ടുണ്ട്. പ്ലസ് ഇവിടെ 3 into 3 9, 4 into 3 12 എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഡിനോമിനേറ്റേഴ്സ് രണ്ടുപേർക്കും ഇപ്പോ 12 ആയിട്ടുണ്ട്. സോ അതിനാണ് നമ്മൾ LCM കണ്ടുപിടിക്കുന്നത്. ഇനി ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലെ. ഡിനോമിനേറ്റർ 12 എന്ന് ഇട്ടു, ന്യൂമറേറ്ററിൽ 2 plus 9 11. സോ 11/12 ആണ് ആൻസർ. അടുത്ത ഫിഗറിൽ ഇവിടെ മൊത്തം 5 ഈക്വൽ പോർഷൻസ് ഉണ്ട്, അതിൽ 3 പോർഷൻസ് ആണ് കളർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 3 ഔട്ട് ഓഫ് 5 ആണ് ഒരു ഫ്രാക്ഷൻ റെപ്രസെന്റേഷൻ. ആൻഡ് ദെൻ ഇവിടെ വന്നിരിക്കുന്നതോ, ഇവിടെ മൊത്തം 1 2 3 4, അപ്പൊ 8 പാർട്സ് ഉണ്ട്. 8 പാർട്സിനകത്ത് 3 ആണ് കളർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 3/5 പ്ലസ് 3/8 ആണ് നമുക്കിപ്പോ ചെയ്യാനുള്ളത്. ഇതില് 3യും 5ഉം 8ഉം അല്ലെ ഡിനോമിനേറ്റേഴ്സ് വന്നിരിക്കുന്നത്. ഇവർക്ക് കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ 5നെ പെട്ടെന്നൊന്നും 8 ആക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരുടെയും ടേബിൾ എടുത്ത് നോക്കണം. 5ന്റെ ടേബിളിലെ നമ്പേഴ്സ് എഴുതണം, 8ന്റെ ടേബിളിലെ നമ്പേഴ്സും എഴുതണം. എന്നിട്ട് ആദ്യം വരുന്ന കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ നമ്മൾ ചൂസ് ചെയ്യണം. 5ന്റെ ടേബിൾ നോക്കുമ്പോൾ 5 10 15 20 25 30 35 40 ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ 40 നമുക്കറിയാം 8ന്റെ മൾട്ടിപ്പിൾ ആണ്, 8 ടൈംസ് 5 ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി. ഇനി 8ന്റെ ടേബിൾ നോക്കുവാണെങ്കിൽ 8 into 2 16, 8 into 3 24, 8 into 4 32, 8 into 5 40. അപ്പൊ കണ്ടോ രണ്ടുപേർക്കും കോമൺ ആയിട്ട് വന്നത്, ഫസ്റ്റ് വന്നത് 40 ആണ്. അതാണ് കോമൺ മൾട്ടിപ്പിൾ, LCM എന്നാണ് മാത്സിൽ പറയാറ്. അപ്പൊ രണ്ടുപേരുടെയും ലൈക്ക് ആദ്യം നമുക്ക് ഈ 5നെയും 8നെയും എന്താക്കണം, 40 ആക്കണം. അപ്പൊ 5നെ 40 ആക്കണമെങ്കിൽ ഇൻറ്റു 8 ചെയ്യണം. അപ്പൊ ഈ ന്യൂമറേറ്ററിലുള്ള 3നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെയോ, ഇവിടെ ഇൻറ്റു 5 ചെയ്യണം. അപ്പൊ ഇവിടെയും ഇൻറ്റു 5 ചെയ്യണം. അപ്പൊ 3 into 8 24 by 8 into 5 40 plus 3 into 5 15 by 40 ഇങ്ങനെ ആയിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ന്യൂമറേറ്റേഴ്സ് സെയിം ആണ് 40, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് 40, ന്യൂമറേറ്ററിൽ 24 plus 15 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് 39/40 ആണ് ആൻസർ വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സംസ് കുറച്ച് ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നിരിക്കുന്നത് 1/4 plus 1/8 എന്നാണ്. അതില് 4നെ 8 ആക്കാൻ ഈസിയാണ്, ഒരു ഇൻറ്റു 2 കൊടുത്താൽ മതി അല്ലേ. അപ്പൊ ഇൻറ്റു 2 കൊടുത്താൽ 4 into 2 8 കിട്ടിക്കോളും. സോ ഫസ്റ്റ് നമ്പർ ഇപ്പൊ എന്തായി, 1 into 2 2 വന്നു, 2/4 into 2 8 plus 1/8. ന്യൂമറേറ്റേഴ്സ് ഇനി ആഡ് ചെയ്താൽ മതി, ബിക്കോസ് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുണ്ട്. ഡിനോമിനേറ്റർ 8 ആണ്, 2 plus 1 3. അപ്പോഴും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 3/8 എന്നാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ 3/4 plus 1/6 ആണ്. അപ്പൊ 3/4 plus 1/6. അപ്പൊ ഇതിന് തൊട്ട് മുൻപ് നമ്മൾ ചെയ്തില്ലേ, 3യുടെയും 4ന്റെയും ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തായിരുന്നല്ലോ. 3യും കണ്ടോ, 6ഉം 4ഉം അല്ലെ. 6ന്റെയും 4ന്റെയും ഫസ്റ്റ് മൾട്ടിപ്പിൾ വരുന്നത് 12 ആയിരുന്നു. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നതും 6ഉം 4ഉം തന്നെയല്ലേ. 6ന്റെയും 4ന്റെയും സെയിം മൾട്ടിപ്പിൾ 12 ആക്കി എടുക്കണം. സോ ഇവിടെ നമുക്ക് ഇൻറ്റു 3 ചെയ്യാം.
ഇപ്പൊ 12 ആയിക്കോളും ഡിനോമിനേറ്റർ. ഇവിടെ നമുക്ക് ഇൻറ്റു 2 ചെയ്യാം, അപ്പോഴും 12 ആയിക്കോളും ഡിനോമിനേറ്റർ. ഇനി 3 × 3 9 വന്നു, 9/12 പ്ലസ് 1 × 2 2, 2/12. ഇപ്പോഴോ ഇത് വരുന്നത് 9 + 2 11, 11/12 എന്നാണ്. ഇവിടെ ആൻസർ 11/12. ഇനി അടുത്തത് 1/3 + 2/5 ആണ് അല്ലെ. 1/3 + 2/5. ഇവിടെ 3യും 5ഉം രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രത്യേകിച്ച് കോമൺ പെട്ടെന്ന് 3നെ എനിക്ക് പെട്ടെന്ന് 5 ആക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? 3യുടെയും 5ന്റെയും കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. അപ്പൊ 3യുടെ ടേബിളിലും 5ന്റെ ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ 3യുടെ ടേബിൾ എഴുതുമ്പോൾ 3, 6, 9, 12, 15 അങ്ങനെ പോവാണ് അല്ലെ. 5ന്റെ ടേബിൾ എഴുതുമ്പോൾ 5, 10, 15 അങ്ങനെ പോവാണ്. സി ഇവിടെ 15 രണ്ടുപേരുടെ അടുത്തും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ 15 ആണ് കോമൺ ആക്കിയിട്ട് ഡിനോമിനേറ്റർ വരേണ്ടത്. അപ്പൊ 3നെ 15 ആക്കണമെങ്കിൽ ഇൻറ്റു 5 ചെയ്യണം. അപ്പൊ അതേ നമ്പർ ഞാൻ മുകളിലും കൊടുക്കണം. 5നെ 15 ആക്കണമെങ്കിൽ ഞാൻ ഇൻറ്റു 3 ചെയ്യണം, അതേ നമ്പർ ഞാൻ മുകളിലും കൊടുക്കണം. സോ 1 × 5 5 and 3 × 5 15 plus 2 × 3 6/5 × 3 15 ഇങ്ങനെയാ വന്നത് അല്ലേ. ഇപ്പൊ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുണ്ട് 15, ന്യൂമറേറ്റേഴ്സ് 5 + 6 11. സോ ഇവിടെ ആൻസർ 11/15. അടുത്ത ക്വസ്റ്റ്യനിൽ 1/2 + 2/5 ആണ്. 2വിനെ നമുക്ക് പെട്ടെന്നൊന്നും 5 ആക്കാൻ പറ്റത്തില്ല. അപ്പൊ 2വിന്റെയും 5ന്റെയും ടേബിളിലുള്ള കോമൺ ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കണം. 2വിന്റെ ടേബിള് 2, 4, 6, 8, 10 and 12. Then ഓക്കെ ഇപ്പൊ തന്നെ 10 ഒരു 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ, അപ്പൊ അവിടെ നിർത്താമേ. ഇനി 5ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ 5, 10, 15 എന്നല്ലേ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു 10 ആണ് രണ്ടുപേരുടെയും കോമൺ ആയിട്ട് വരുന്ന ചെറിയ നമ്പർ. അപ്പോൾ 2വിനെ എനിക്ക് 10 ആക്കണമെങ്കിൽ ഇൻറ്റു 5 അത് ഞാൻ ന്യൂമറേറ്ററിലും കൊടുക്കണം. 5നെ 10 ആക്കണമെങ്കിൽ ഇൻറ്റു 2 അത് ഞാൻ ന്യൂമറേറ്ററിലും കൊടുക്കണം. ഓക്കെ അപ്പൊ ഇവിടെ 1 × 5 5 എന്ന് വന്നു. ഇവിടെയോ 2 × 5 10 എന്ന് വന്നു. പ്ലസ് 2 × 2 4, 5 × 2 10. ഇനി ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുണ്ട് 10 ആണ്. അപ്പൊ 5 + 4 9. അപ്പൊ ഇവിടെ ആൻസർ 9/10 ആണ്. അടുത്ത പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് 2/3 + 1/5 ആണേ. ഇവിടെ 3യും 5ഉം ഡിനോമിനേറ്റർ വന്നായിരുന്നു ഇതിന് തൊട്ട് മുമ്പ് അല്ലെ. അപ്പൊ നമ്മൾ കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചായിരുന്നു. 15 ആണ് ഏറ്റവും ചെറിയ ഇതായിട്ട് വരുന്ന കോമൺ മൾട്ടിപ്പിൾ. അതിന് LCM എന്നാ പറയാ. LCM ഓഫ് 3, 5. 3യുടെയും 5ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 15 ആണ്. അപ്പൊ നമുക്ക് 3നെ 15 ആക്കണമെങ്കിൽ ഇൻറ്റു 5 കൊടുക്കണം, അത് ഞാൻ മുകളിൽ കൊടുക്കണം. 5നെ 15 ആക്കണമെങ്കിൽ ഇൻറ്റു 3 അത് മുകളിൽ കൊടുക്കണം. ഓക്കെ ഇപ്പൊ 2 × 5 ഇവിടെ 10 and 3 × 5 15 plus 3/15. ഇപ്പൊ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുണ്ട് 15, ന്യൂമറേറ്ററിൽ 10 plus 3 13. അപ്പൊ ഇവിടെ ആൻസർ 13/15 ആണ്. There are 2 taps to fill a tank with water. അപ്പൊ ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിനെ നമ്മൾ വെള്ളം നിറയ്ക്കുവാണ്. ഓക്കെ 2 ടാപ്പ് ഉണ്ടെന്നാ പറയുന്നത് അല്ലെ. 2 ടാപ്പ് ഉണ്ട്, 2 സൈഡിലാണ്, നമുക്ക് വെറുതെ ആലോചിച്ചേക്കാം. ഓക്കെ ഇനി ഇഫ് ദ ഫസ്റ്റ് ടാപ്പ്, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാപ്പ്, ഇത് സെക്കൻഡ് ടാപ്പും. ഇഫ് ദ ഫസ്റ്റ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് ദ ടാങ്ക് വുഡ് ഫിൽ അപ്പ് ഇൻ 10 minutes. അപ്പൊ ഒന്നാമത്തെ ടാപ്പ് മാത്രമാണ് തുറക്കുന്നതെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫുൾ ആവും. ഇഫ് ദ സെക്കൻഡ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് it would take 15 minutes to fill up the tank. ഇപ്പൊ രണ്ടാമത്തെ ടാപ്പ് മാത്രം തുറന്നാൽ 15 minutes എടുക്കും. If the first tap alone is opened, what fraction of the tank would be filled in 1 minute? അപ്പോ ഈ സെക്കൻഡ് ടാപ്പ് ഓപ്പൺ ചെയ്യുന്നില്ല, ഫസ്റ്റ് ടാപ്പ് മാത്രം ഓപ്പൺ ചെയ്താൽ 10 minutes എടുക്കും എന്നാ പറയുന്നത് അല്ലെ. 10 minutes കൊണ്ട് the whole tank full ആവും ആണല്ലോ. 10 minute എടുക്കും. അപ്പൊ 1 minute കൊണ്ട് മൊത്തത്തിലുള്ള ഫുൾ വോളിയം അതിനകത്ത് കൊള്ളുന്ന മുഴുവൻ വെള്ളത്തിന്റെ 1/10 വാട്ടർ അവിടെ എത്തിയിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കിയേ 10 minutes കൊണ്ട് ആ ടാങ്ക് ഫുൾ ആവും. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റില് ആ ടാങ്കിന്റെ 1/10 അവിടെ ഫിൽ ആയിട്ടുണ്ടാവും. അതാ ചോദിക്കുന്നത് ഇഫ് ദ ഫസ്റ്റ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 minute. അപ്പൊ വാട്ട് ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. 1/10 ഓഫ് ദ ടാങ്ക് വിൽ ബി ഫിൽഡ് ഇൻ 1 minute.
ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഇഫ് ദ സെക്കൻഡ് ടാപ്പ് എലോൺ ഓക്കെ സെക്കൻഡ് ടാപ്പിന് 15 മിനിറ്റ്സ് ആയിരുന്നു. സെക്കൻഡ് ടാപ്പ് എലോൺ ഈസ് ഓപ്പൺ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്. അപ്പൊ അവിടെയും 1 മിനിറ്റ് കൊണ്ട് 1/15 കാരണം 15 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് ഫുൾ ആവുന്നത്. ഓക്കെ അപ്പൊ 1 മിനിറ്റില് 1/15th part of the tank will be filled. If both the taps are open, what fraction of the tank would be filled in 1 minute? അപ്പൊ ടാപ്പും കൂടി ഒന്നിച്ച് തുറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ടാപ്പിൽ നിന്ന് തന്നെ 1/10 ഒരു മിനിറ്റില് ഫിൽ ആവും. രണ്ടാമത്തെ ടാപ്പിൽ നിന്ന് 1/15 ഒരു മിനിറ്റില് ഫിൽ ആവും. അപ്പോ ഇതിനകത്ത് 1 മിനിറ്റില് എന്തോരം ഹൗ മച്ച് ഓഫ് ദ ടാങ്ക് ഈസ് ഫുൾ എന്നാ ചോദിക്കുന്നത് അല്ലെ 1 മിനിറ്റ് കൊണ്ട്. അപ്പൊ ഇത് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഫ്രാക്ഷൻ ആണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 10ഉം 15ഉം ആണ്. 10ന്റെയും 15ന്റെയും കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ഇതിനകത്തൊരു ഈസി വേ ഉണ്ട്. 10 × 15 ചെയ്താൽ മതി. 10 × 15 150 ആയിരിക്കും കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ ആക്കാം. ഓക്കെ അപ്പൊ ഈ 15 കൊണ്ട് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 15നെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിനാണ്? കോമൺ ഡിനോമിനേറ്റർ 150 കിട്ടാനാണ്. ഇപ്പൊ ഇവിടെ 15 × 1 15 ഉണ്ട് പ്ലസ് 10 × 1 10 ഉണ്ട്. അപ്പൊ 15 പ്ലസ് 10 15 പ്ലസ് 10 എന്ന് പറയുമ്പോൾ അത് 25 ആയി. 25/150 കണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിർത്തരുത്. 25ഉം 150യും വീണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് വന്നു. 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ അത് നമുക്ക് 30 എന്ന് വന്നു. ഇപ്പൊ 5ഉം 30യും വീണ്ടും എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6. അപ്പൊ 1/6 ആണ് ഓഫ് ദ ടാങ്ക് വിൽ ബി ഫുൾ ഇൻ 1 minute. 1/6 ഓഫ് ദ ടാങ്ക് ആണ് ഫിൽ ആവുന്നത് ഒരു മിനിറ്റ് കൊണ്ട്. If both the taps are opened, how much time would it take for the tank to be filled? ഓക്കെ അപ്പം രണ്ട് ടാപ്പും കൂടി ഒന്നിച്ച് തുറന്നു കഴിഞ്ഞാൽ 1/6 ആണ് ഒരു മിനിറ്റില്. അപ്പൊ ഫുൾ ആവണമെങ്കിലോ 6 minutes ആയിരിക്കും എടുക്കുന്നത്. ഈ പാർട്ടില് നമ്മളെ ഒരു ഈസി മെത്തേഡ് പഠിപ്പിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ 1/2 + 1/2 ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് 2 ആണ്. അപ്പൊ 1 + 1 വരും ന്യൂമറേറ്റർ ആയിട്ട് അല്ലെ. 1 + 1 2 2/2 2/2 എന്ന് പറഞ്ഞാൽ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. അപ്പൊ 2/2 1 അതാണ്. ഇനി ഇവിടെ ഡിനോമിനേറ്റേഴ്സ് 3 ആണ്. ഡിനോമിനേറ്റർ 3 ആണ്. 1 + 2 3 വരും. അപ്പോഴും 3/3 which is 3 divided by 3 1. അപ്പൊ ഇതെല്ലാം കണ്ടോ 1 + 3 4 ഡിനോമിനേറ്ററും 4 അപ്പൊ 4/4 1. അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് മാത്സിൽ. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഫോർ ഈച്ച് ഫ്രാക്ഷൻ ഗിവൺ ബിലോ ക്യാൻ യു മെന്റലി കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷൻ ടു ബി ആഡഡ് ടു മേക്ക് ഇറ്റ് 1. അപ്പൊ ഈ 2/7ന്റെ കൂടെ ഞാൻ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 1 കിട്ടണം. അപ്പൊ ഡിനോമിനേറ്റർ 7 ആണ്. ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. അപ്പൊ 2 + 5 ചെയ്താലാണ് 7 കിട്ടുന്നത്. കണ്ടോ ഇതാണ് നമ്മുടെ ട്രിക്ക്. ഓക്കെ ഇപ്പൊ ന്യൂമറേറ്റർ 7 ഡിനോമിനേറ്ററും 7 7/7 1 ആയിക്കോളുമല്ലോ. അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. 1ന് 1 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് നമ്പർ ആഡ് ചെയ്യണം? സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് 4/7. അതിന്റെ കൂടെ ഏതോ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 1 വരണം. 1 എന്ന് പറഞ്ഞാൽ 7/7 വരണം അല്ലെ. ഇവിടെ 7 ആണല്ലോ ഡിനോമിനേറ്റർ. അപ്പൊ ഇവിടെ 4 ഉണ്ട്. അതിന്റെ കൂടെ 3യും കൂടി ആഡ് ചെയ്താൽ 7/7 ആയിക്കോളും. അപ്പൊ 3/7 ആണ് ഇവിടുത്തെ ആൻസർ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ 5/7 ആയിരുന്നു. ഇനി തേർഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ 3/8 ആണ് വന്നിരിക്കുന്നത്. ഏതോ നമ്പർ ആഡ് ചെയ്ത് അവസാനം എനിക്ക് 1 കിട്ടണം. 1 എന്ന് പറഞ്ഞാൽ 8/8. അപ്പൊ അടുത്ത നമ്പറിന് ഞാൻ ഡിനോമിനേറ്റർ 8 കൊടുത്തു. ആഡിങ് എളുപ്പമാവും. 3 + 5 ആണ് 8 വരുന്നത്. അപ്പൊ ഇവിടെ ആഡ് ചെയ്യേണ്ട ആള് 5/8 ആണ് ടു ഗെറ്റ് 1 ബിക്കോസ് 8/8 ഈസ് 1. ഇനി ഇവിടെ ലാസ്റ്റ് പാർട്ടിൽ വന്നിരിക്കുന്നത് 3/10 plus something we need a 1. 1 means which is same as 10/10. അപ്പൊ ഈ നമ്പറിന് ഞാനൊരു /10 കൊടുത്തിട്ടുണ്ട്. 3 + 7 ആണ് 10. അപ്പൊ 7/10 ആഡ് ചെയ്യുമ്പോഴാണ് 10/10 കിട്ടുന്നത് which is same as 1. ഈ ക്വസ്റ്റ്യനില് ശരിക്കും ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ 5/7. സെക്കൻഡ് പാർട്ടില് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 3/7. തേർഡ് പാർട്ടില് 5/8. ഫോർത്ത് പാർട്ടിൽ ആഡ് ചെയ്യേണ്ട നമ്പർ 7/10. ഇനി ഈ ക്വസ്റ്റ്യനും കൂടി നോക്കാം. എ ജാർ കണ്ടെയ്ൻസ് 3/4 liter of milk.
3/4 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. 3/4 ലിറ്റർ ഓഫ് മിൽക്ക് ആൻഡ് ഹാഫ് എ ലിറ്റർ മോർ ഈസ് poured. അപ്പോ ഒരു ഹാഫ് ലിറ്ററും കൂടി അങ്ങോട്ട് ആഡ് ചെയ്തു. ഹൗ മച്ച് ഡസ് ഇറ്റ് കണ്ടെയ്ൻ നൗ? അപ്പൊ ഇതിനകത്ത് ഇപ്പൊ മൊത്തം എത്രയുണ്ടെന്നാ ചോദിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ 2ഉം 4ഉം ആ ഡിനോമിനേറ്റർ. 2നെ ഇൻറ്റു 2 ചെയ്താൽ പെട്ടെന്ന് 4 ആവും. അപ്പൊ ആ ചെയ്യുന്ന കാര്യം തന്നെ നമ്മുടെ ന്യൂമറേറ്ററിലോട്ടും കൊടുക്കാൻ മറക്കരുത്. ഇപ്പൊ ഇത് 3/4 പ്ലസ് ഇവിടെ 1 ഇൻറ്റു 2 2/4. ഇപ്പൊ ന്യൂമറേറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം ബിക്കോസ് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. 3 + 2 5. ഇപ്പൊ 5/4 എന്നാണ് വന്നത്. അത് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാം ബിക്കോസ് 5 ഈസ് മോർ ദാൻ 4. ഇപ്പൊ 1 × 4 എന്ന് വന്നു. ഇവിടെ ഡിനോമിനേറ്റർ റിമൈൻഡർ ആയിട്ട് 1 വന്നു. അപ്പൊ ആൻസർ എഴുതാൻ തുടങ്ങുന്നത് ഏറ്റവും മുകളിൽ നിന്നാണ്. ഈക്വൽ ടു 1 and 1/4. 1 and 1/4 ലിറ്റേഴ്സ് ആണ് അവിടെ മൊത്തം ഉള്ളത്. താങ്ക് യു.